സർവകാല റെക്കോർഡും ഭേദിച്ചുകൊണ്ടാണ് ഈ ഗ്രാമത്തിൽ പോലും ആളുകളുടെ പ്രതികരണം. നമ്മുടെ തിയേറ്ററിൽ 3 സ്ക്രീനാണുള്ളത്, അഞ്ചാനി സിനിമാസ് പള്ളിക്കത്തോട്. ആ 3 സ്ക്രീനിലും 18 ഷോയാണ്. അതായത് രാപ്പകൽ ഷോയാണ്, രാത്രി 12 മണി വരെ ഷോയാണ്. അപ്പം ഈ 18 ഷോ കൂടാതെ വേറെ ഫാൻ ഷോയും കൊണ്ടുവരണം. അങ്ങനെ 19 ഷോയും ഫുള്ളായിരിക്കുകയാണ്. വലിയ സന്തോഷം. ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇതുപോലെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സിനിമ ഏറ്റെടുക്കുന്നത് കാണുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ദിവസവും വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഇതുപോലെ തന്നെയാണ് ബുക്കിങ്. ഇന്നലെ ബുക്ക് മൈ ഷോ വരെ സ്ട്രക്കായിപ്പോയി. ആ രീതിയിൽ ഞങ്ങളുടെ ബുക്കിങ്ങിലിരിക്കുന്ന സ്റ്റാഫ് വരെ ഞെട്ടിപ്പോയി. ആ ബുക്കിംഗ് അങ്ങ് ഇടുകയും എനിക്ക് 1 മിനിറ്റ് കൊണ്ടൊക്കെ ഫുള്ളായിപ്പോൾ ഒരു സ്ക്രീന്. ആ രീതിയിലുള്ളൊരു പ്രതികരണമായിരുന്നു. ഒരുപാട് സന്തോഷം. കാരണം 1-2 മാസമായിട്ട് തിയേറ്റർ ആകപ്പാടെ വലിയൊരു നിരാശയിലായിരുന്നു. അതിൽ നിന്നും വലിയൊരു പ്രത്യാശ തരുന്ന ഒരു വലിയ ഒരു സ്വീകരണമാണ് ഈ സിനിമയ്ക്ക് ഉണ്ടാവുന്നത്. ഒരുപാട് സന്തോഷം. അപ്പം ഒരു തിയേറ്റർ ഉടമയുടെ വാക്കുകൾ, പള്ളിക്കത്തോട്. അപ്പോൾ ആ തിയേറ്റർ ഉടമയുടെ വാക്കും പ്രകാരം 19 ഷോയാണ് അവിടെ ഫുള്ളായിരിക്കുന്നത്. അത് വ്യാഴാഴ്ചത്തെ മാത്രമല്ല, വെള്ളി ശനി ഞായർ 3 ദിവസത്തെയും ഏകദേശം ഫുള്ളായി എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തെ പറ്റിയാണ്. അതുപോലെ തന്നെ രാഗം തിയേറ്ററിൻ്റെ പുള്ളി തന്നെ പറയുന്നുണ്ട്, 2 മണിക്കൂറുകൾ കൊണ്ട് 5 ദിവസത്തേക്കുള്ള ടിക്കറ്റ് ഫുള്ളായി. അതുപോലെ തന്നെയാണ് നമ്മളെ PVR ഏറ്റവും കൂടുതൽ 1200 വരെയൊക്കെ റേറ്റ് മേടിക്കുന്നത്. 500 മുതൽ 1200 വരെയാണ് അവിടുത്തെ ടിക്കറ്റ് ചാർജ്. അതുവരെ ഫുള്ളായി എന്ന് പറയുമ്പം എമ്പുരാൻ്റെ ലെവലങ്ങ് വേറെയാണ്. ഇത് ഞാൻ സ്ഥിരമായിട്ട് പറയുന്നതാണ്. നമ്മളെ കാണുന്നവർക്കും നമ്മുടെ വീഡിയോ കാണുന്നവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. പക്ഷേ ചിലവർക്കൊക്കെ ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അവരിപ്പോഴും ഓരോ ലോകത്താണ് എന്ന് തോന്നുന്നു. അപ്പോൾ എമ്പുരാനെ പറ്റിയുള്ള വാർത്തകൾ, ഇങ്ങനെ വിശേഷങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വാർത്തകളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഞെട്ടലാണ് ഉണ്ടാകുന്നത്. നമ്മുടെ എമ്പുരാനെ പറ്റിയാണോ, ലാലേട്ടൻ്റെ എമ്പുരാനെ പറ്റിയാണോ ഈ കേൾക്കുന്ന വാർത്തകളെന്ന് തോന്നിപ്പോയി. പുള്ളി തന്നെ പറയുന്നില്ലേ, അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ ഇരുന്ന് അവർ തന്നെ ഞെട്ടിപ്പോയി എന്ന് പറയുന്നു. അപ്പം ആ അവസ്ഥയാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇന്നേവരെ കാണാത്ത തിരക്ക് തന്നെയാണ്. അതെനിക്ക് തോന്നുന്നു ആരും പ്രതീക്ഷിച്ച് കാണത്തില്ല. ആൻ്റണി പെരുമ്പാവൂരോ മോഹൻലാലോ പൃഥ്വിരാജോ എൻ്റെ നിർമ്മാണ പ്രവർത്തകർ വേറെ ആരും തന്നെ പ്രതീക്ഷിച്ച് കാണത്തില്ല ഇത്രമേലൊരു തിരക്കുണ്ടാകും എന്ന്. നമ്മളും പ്രതീക്ഷിച്ച്, നമ്മൾ സ്ഥിരമായിട്ട് എമ്പുരാനെ പറ്റിയുള്ള വീഡിയോ ചെയ്യുന്ന നമ്മളും ഇതുപോലെ സ്വപ്നത്തിൽ മാത്രം നമ്മൾ കാണാൻ പറ്റുന്ന ഒരു മോഹൻലാൽ ആരാധകനെ സംബന്ധിച്ച് സ്വപ്നത്തിൽ മാത്രം ദർശിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അന്ന് നടന്നത്. കാരണം അത്രമേൽ തിരക്കായിപ്പോയി. കടുത്ത പ്രേമികൾക്ക് പോലും ടിക്കറ്റ് കിട്ടാൻ വയ്യാത്ത അവസ്ഥ. ഞാൻ എൻ്റെ കാര്യം ഒരു വീഡിയോയ്ക്ക് പറഞ്ഞിരുന്നു, ടിക്കറ്റ് കിട്ടാതെ ആപ്പാടെ വിഷമിച്ച് പോയി. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ എല്ലായിടും ഉണ്ടായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആദ്യത്തെ ഷോയ്ക്ക് ടിക്കറ്റ് എടുത്തവരുണ്ട്, തുടർച്ചയായിട്ട് ഷോയ്ക്ക് ടിക്കറ്റ് എടുത്തവരുണ്ട്. അപ്പോൾ എല്ലായിടും ഫുള്ളായി എന്നുള്ളതാണ് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത്. ഇതിനിടയിൽ ബാംഗ്ലൂർ നഗരം നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം കർണാടകത്തിൽ 2 കോടിക്ക് മുകളിൽ പ്രീഫെയിൽ കളക്ഷൻ ഉണ്ടായി എന്ന് പറയും. അതുപോലെ തമിഴ്നാട്ടിലും 50 ലക്ഷത്തിന് മുകളിൽ പ്രീഫെയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയിലാണ് ബാംഗ്ലൂർ നഗരത്തിലെ എല്ലാ തിയേറ്ററിലും ഏകദേശം 198 ഷോയാണോ ഫുള്ളായി എന്ന് കേൾക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട പല വാർത്തകളും വരുന്നുണ്ട്. ബാംഗ്ലൂർ ഒരു കോളേജിന് തന്നെ കുട്ടികൾക്ക് അവധി കൊടുത്തു എന്ന് കേൾക്കുന്നു. എനിക്ക് തോന്നുന്നു രജനീകാന്തിൻ്റെയും വിജയുടെയൊക്കെ ചിത്രം, രജനീകാന്തിൻ്റെ ചിത്രത്തിനാണ് ഈ സ്കൂളുകൾക്കൊക്കെ ഈ അവധി കൊടുത്ത് ആഘോഷിക്കാൻ പറയുന്നത്. ആ രീതി നമ്മുടെ കേരളത്തിലല്ല എന്ന് ആലോചിക്കണം. കേരളത്തിലല്ല, ബാംഗ്ലൂർ ഒരു കോളേജിന് തന്നെ അവധി കൊടുത്തു, നിങ്ങൾ ആഘോഷിച്ചോ അടിച്ചു പൊളിച്ചോ എന്ന് പറയുന്ന ഒരു രീതി അവിടെ കണ്ടുവരുന്നു എന്ന് പറയുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. കേട്ടതിന് ശേഷം ഇത് കേൾക്കാമെന്ന് പറയുന്നത് ചിലർക്ക് ഇത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇത് ഞാൻ പറയുന്നത് കള്ളമാണ്, ഇവൻ തള്ളാണ്, മോഹൻലാൽ പ്രേമിയായിട്ട് തള്ളുകയാണെന്ന് പറയും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതെല്ലാം അത്ഭുതപ്പെടുത്തുന്നതാണ്. നമുക്ക് ആ വാർത്തയൊന്ന് കേൾക്കാം.
കടന്ന് റിലീസിനൊരുങ്ങുമ്പോൾ മലയാളത്തിൽ മാത്രമല്ല ഇതര ഭാഷാ സിനിമകളെയും പ്രീസെയിലിൽ കടത്തിവെട്ടി എമ്പുരാൻ മറികടന്നുവെന്നാണ് ബുക്കിംഗ് റിപ്പോർട്ട്. ഇത്തരത്തിൽ എല്ലായിടത്തും എമ്പുരാൻ ആവേശം അലതല്ലുന്നതിനിടെ ചിത്രം കാണാൻ ഒരു കോളേജ് അവധി നൽകിയ വാർത്തയാണ് പുറത്തുവരുന്നത്. ബംഗളൂരുവിലുള്ള ഗുഡ്ഷെപ്പേഡ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മാർച്ച് 27-ന് അവധി നൽകിയിരിക്കുന്നത്. പൊളിക്കട പിള്ളേരെ എന്ന് കുറിച്ചുകൊണ്ടാണ് അവധി നൽകിയ വിവരം കോളേജ് ഇൻസ്റ്റഗ്രാം പേജിൽ അറിയിച്ചിരിക്കുന്നത്. കാത്തിരിപ്പുകൾക്ക് അവസാനം, എമ്പുരാന്റെ മാന്ത്രികത കാണാൻ കാത്തിരുന്നോളൂ എന്നാണ് പോസ്റ്ററിലെ വാചകം കുറിച്ചിരിക്കുന്നത്. ചെറുതും വലുതുമായ നിരവധി ഓഫീസുകൾക്കും സ്ഥാപനങ്ങൾക്കും ചെറിയ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഈ IT സ്ഥാപനങ്ങളൊക്കെ ഈ അവധി കൊടുത്തു എന്ന് നമ്മൾ കേട്ടായിരുന്നു. ഇപ്പം 2 ദിവസമായിട്ട് ചില സ്ഥാപനങ്ങൾക്ക് അവധി കൊടുക്കുന്നതൊക്കെ നമ്മൾ കേട്ടു എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട്. അത് ഒരു പക്ഷേ അവരുടെ മാർക്കറ്റിംഗ് തന്ത്രം തന്നെ ആയിരിക്കാം. ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേരളത്തിലും അന്യപ്രദേശത്ത് ബാംഗ്ലൂരിൽ പോലുള്ള വേറെ ഒരു സംസ്ഥാനത്ത് നടക്കുന്നു എന്നൊക്കെ പറയുമ്പം നമുക്ക് ഞെട്ടലോടെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എമ്പുരാനെ പറ്റിയുള്ള ഒത്തിരി വാർത്തകൾ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ UK കാര്യം പറഞ്ഞു. UK സ്ക്രീനുകളുടെ എണ്ണം കൂടും. ഞാൻ വിദേശ രാജ്യങ്ങളിലെ അവസ്ഥ പറഞ്ഞു, ജർമ്മനിയിലെ കാര്യം പറഞ്ഞു, അതുപോലെ പോളണ്ടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ടിക്കറ്റ് ഇല്ലാതാകുന്നു. അതുപോലെ വേറെ എന്താ, ജർമ്മനിയിൽ, അതുപോലെ തന്നെ UK നമ്മുടെ തിയേറ്ററിൻ്റെ എണ്ണം കൂട്ടുന്നു, ഷോയുടെ എണ്ണം കൂട്ടുന്നു. അവർ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ലോകമെമ്പാടും നിന്ന് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാവുന്നത്. അതുപോലെ കേരളത്തിലെ അവസ്ഥ നമ്മൾ കണ്ടു. അതുപോലെ ഓരോ പ്രദേശങ്ങളിലും എമ്പുരാനെ പറ്റിയുള്ള മനുഷ്യൻ്റെ താല്പര്യങ്ങളും ഒക്കെ തന്നെ വളരെ വലുതാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. എന്ന് പറഞ്ഞ ചിത്രം മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ തന്നെ അല്ല. ബാക്കി എല്ലാ ഭാഷയിലും എമ്പുരാനൊരു മാർക്കറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ ഏകദേശം 6,45,000 ടിക്കറ്റോളം 24 മണിക്കൂർ കൊണ്ട് വിറ്റ ഒരു പടം എന്താണെന്നറിയാൻ എല്ലാ ഭാഷയിലും അത് ഈ വാർത്ത പ്രസിദ്ധീകരിക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാനുള്ള താല്പര്യം കാണും. അടിപൊളി പടമാണ് എന്നൊരു തോന്നലുണ്ടാകും. നമ്മളും അന്യഭാഷകളൊക്കെ കാണുന്നത് ഈ മാർക്കറ്റ് തന്ത്രം ഉപയോഗിച്ച് വലിയ കളക്ഷൻ റെക്കോർഡൊക്കെ തകർത്തു എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതുണ്ടാകും. അത് തന്നെ എനിക്ക് തോന്നി ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയും 3-4 ദിവസമുണ്ട്, ഇനിയുള്ള ദിവസങ്ങളിൽ എമ്പുരാൻ്റെ കളക്ഷനെ അത് ഗണ്യമായി കൂട്ടുമെന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പം പുതിയ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും എത്താം. അപ്പം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞാലും ചിലവർക്കൊക്കെ ഇപ്പോഴും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വേറൊരു സത്യമാണ്. ഞാൻ അവരോട് പറയാനുള്ളത്, സംഗതി നമ്മളേതായാലും റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്. ആ സത്യങ്ങൾ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളോട് ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിങ്ങളുടെ വിഷമം കൊണ്ടാണ്. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ പക്ഷേ ഞാൻ പറയുകയാണ്, വിഷമിക്കേണ്ട, നിങ്ങൾക്കും ഒരു ദിവസം വരും. അതുവരെ കാത്തിരിക്കുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.